ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉപ്പേരിയോ തോരനോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് മിക്കവാറും എല്ലാ വീടുകളിലെയും പതിവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കൊണ്ടുപോകുമ്പോഴും ഒരു ഉപ്പേരിയോ തോരനോ ഒക്കെ കൊടുത്തേക്കില്ലേ. സീസൺ അനുസരിച്ച് ഈ സാധനങ്ങൾക്ക് മാറ്റങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പൊടിത്തൂവലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പൊടിത്തൂവൽ ഇന്നുണ്ടാക്കുന്നത് ഇടിച്ചക്ക പൊടിത്തൂവലാണ്. അപ്പോൾ അതിനായിട്ടൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. എനിക്കൊരു ഇടിച്ചക്ക അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു തന്ന കേട്ടോ. അപ്പോൾ അത് മുറിക്കാനായിട്ട് ഞാനൊരു കത്തി എടുക്കുമ്പോൾ കത്തിയിൽ നല്ലോണം എണ്ണ തേച്ചു, ഇല്ലെങ്കിൽ അതിൽ മുഴുവൻ അതിൻ്റെ പശയായി പോവും. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. എനിക്കിവിടെ കൊടുവാളൊന്നും ഇല്ല കേട്ടോ, മടാളൊന്നും ഇല്ല. അപ്പോൾ ഇത് കത്തി തന്നെ ഉപയോഗിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ആ പശയൊക്കെ ഇതുമാതിരി ഒരു ഇതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ കൊണ്ടാണ് തുടച്ച് മാറ്റുന്നത്. പേപ്പർ വേണമെങ്കിലും എടുത്ത് ചെയ്യാം, പക്ഷേ ആ പേപ്പറിലെ കറുപ്പ് കളർ അതിലാവാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി നമുക്ക് തോല് വരെ കളയണം. അപ്പോൾ ഇതിനെ ഇനിയും എഗെയിൻ ഞാനൊരു 4 പീസാക്കി 4നെ 8 അങ്ങനെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേവിക്കാൻ വെക്കാനായിട്ട് ഞാനൊരു കുക്കറാണ് ഇടുന്നത്. ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊരു കുറച്ച് വെള്ളം മതി, ഒരു അരപ്പാത്രത്തോളം വെള്ളമേ വേണ്ടൂ. ഒരിക്കലും ഇത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു വിസിലെ വരുത്തിയാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി നന്നായി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഉപ്പ് ഇതിൽ പിടിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ഒരുപാട് വേവാതിരിക്കാനും കൂടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസിലാണ് ഞാൻ വരുത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് വെന്ത് കുഴയാനൊന്നും പാടില്ല ഇത്. അപ്പോൾ ഒരു വിസിലേ വരുത്തിയിട്ടുള്ളൂ. ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ട്. കണ്ടോ, അത് പോകുമ്പോൾ തന്നെ ഇപ്പം തന്നെ അത് സത്യത്തിൽ പൊടി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് ഇതുമാതിരി ഡ്രെയിൻ ചെയ്തെടുക്കുക. വെള്ളമില്ലാതെ എടുക്കാൻ നോക്കുക. അപ്പോഴേ അത് നമ്മളുടെ പൊടിത്തൂവലിൻ്റെ ടെക്സ്ചർ കറക്റ്റായി വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ചും കൂടി മൂത്തതാണ് കേട്ടോ. ഒരുപാട് മൂത്തിട്ടില്ല, അതൊരു ഇടത്തരം മൂപ്പുള്ളതാണ്. ഇനി ഇതിന് ഇതുപോലെ ആ കട്ടയൊക്കെ നമുക്ക് ഉടയ്ക്കണം. കട്ട ഉടയ്ക്കാനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ സാധനം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കണം കേട്ടോ. ഒന്നും ഉടയ്ക്കണേ ഉള്ളൂ. അമ്മയൊക്കെ ഉടയ്ക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ കുഴ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം പൊടിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണോ ഇതിനെ പൊടിത്തൂവൽ എന്ന് പറയണമെന്നറിയില്ല കേട്ടോ. നല്ലോണം കട്ടയൊന്നും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിത്തൂവൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഇതിനുള്ളൂ. നല്ലവണ്ണം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ നല്ലോണം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉഴുന്നുപരിപ്പിൻ്റെ മണമൊക്കെ ഈ പൊടിത്തൂവലിനെ ഫ്ലേവർ ഭയങ്കര കൂടുതൽ കൊടുക്കട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു 4 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിരിക്കണം. ഇതിൽ സാധാരണ പച്ചമുളക് ഇടാറില്ല നമ്മൾ പൊടിത്തൂവലിൽ. ഇനി അതൊന്ന് ചൂടാവട്ടെ, കരിയരുത്, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം പൊടി പോലെ ആക്കിയിട്ടില്ല ഇടിച്ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിനെ ഒരു 2 മിനിറ്റ് അതിൻ്റെ വെള്ളമുള്ളത് ഡ്രെയിൻ ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ആ ഉഴുന്നപ്പരിപ്പിൻ്റെയും ഈ മുളകിൻ്റെയും ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് പോരായിരുന്നു, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഡ്രൈ ചെയ്ത് കിട്ടും. അതിന് കൂടിയാണ്. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നിറയെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിത്തൂവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് നമ്മുടെ തേങ്ങയും കൂടി നിറയെ ഇട്ട് കൊടുത്ത് അതിരിയൊന്ന് ഇളക്കാം. ഒരു 2 മിനിറ്റ് ഈ ഒരു തേങ്ങയിലും കൂടി ആ ഉഴുന്നുപരിപ്പിൻ്റെയും വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും ഒക്കെ കൂടി ഒരു മണവും കൂടി വരട്ടെ. അപ്പോൾ നമുക്കത് സൂപ്പറായിട്ട് നമ്മുടെ പൊടിത്തൂവൽ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഇരുന്നോട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ എല്ലാവിടേക്കും ആ ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇതിങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഇടിച്ചക്ക പൊടിത്തൂവലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കി നോക്കൂ. ഇത് സൂപ്പർ ടേസ്റ്റും ഉള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇടിച്ചക്ക പൊടിത്തൂവൽ. നാടൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.